എന്ന് പറഞ്ഞ ഒരു കമന്റ് വന്നായിരുന്നു. അത് കണ്ട് എനിക്ക് ചിരിച്ചിട്ട് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അതിപ്പോഴും ആ കമന്റ് അവിടെ കിടപ്പുണ്ട്. അതപ്പം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ. അപ്പം ഇതൊക്കെ എവിടാണ് അടി കിട്ടുന്നതെന്ന് അറിയത്തില്ല. യൂട്യൂബിന്റെ കാര്യമാണ്. നിപ്പി 7 അല്ല 8 അല്ല എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ വരെ കൂട്ടിപ്പോയിട്ടുണ്ട്. ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കളിൽ ഒത്തിരി പേര് ചെയ്യുന്ന ഒരു ചെറിയ അബദ്ധത്തെ പറ്റി പറയാനാണ്. അത് ചെറിയ അബദ്ധമല്ല, ഇത്തിരി വലിയ അബദ്ധമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ചാനൽ മോണിറ്റൈസ് ആവത്തുള്ളൂ. അപ്പോൾ ഈ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് എന്താണ് 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്തിക്കാണുമായിരിക്കും. പക്ഷെ എന്താണ് ഈ വാച്ച് അവർ 4000 മണിക്കൂർ എത്തിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ ചെയ്യും, വാച്ച് ടൈം കൂടിയാൽ മതിയല്ലോ, നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ ഇരുന്നങ്ങ് കാണുക. അങ്ങനത്തെ ഒരു അബദ്ധം ആരും ചെയ്തേക്കരുത്. യൂട്യൂബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പം ഒരു പറച്ചിലും ഒന്നും ഇല്ലാതെ ചിലപ്പം അത് ഡിലീറ്റ് ആക്കി കളയും നമ്മുടെ ചാനൽ. നമ്മൾ ഇത്രയും നാള് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സബ്സ്ക്രൈബേഴ്സ് വരെ പോയി കിട്ടും. അപ്പം ഏറ്റവും വലിയൊരു അബദ്ധമാണ് നമ്മളുടെ വീഡിയോസ് നമ്മൾ തന്നെ കാണുക എന്നുള്ളത്. എനിക്കിപ്പോൾ അറിവ് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അവരുടെ ചാനല്, ആ ഒരു സുഹൃത്ത് മാത്രമല്ല, ഒന്നിലധികം പേര് അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അവരുടെ ചാനലിൽ മണിക്കൂർ കൂട്ടാൻ അല്ലെങ്കിൽ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, രാവിലെ എണീക്കുക, ഇത് ഓണാക്കി ഇടുക. നമ്മുടെ ചാനൽ തന്നെ, നമ്മുടെ ചാനലിലെ വീഡിയോസ് തന്നെ ഓണാക്കി അങ്ങ് പ്ലേ ചെയ്യാൻ ഇട്ടിട്ട് അങ്ങ് പോവുക. അപ്പം നമ്മുടെ ചാനൽ കുറേ പ്രാവശ്യം കാണുമ്പം അറ്റ്ലീസ്റ്റ് മണിക്കൂറൊക്കെ ആവുമല്ലോ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ചാനൽ നമ്മൾ തന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് അത് മനസ്സിലാവും. അതിപ്പം വേറെ അക്കൗണ്ടിൽ നിന്നായാലും അതൊരു ഇൻവാലിഡ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. അതായത് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ പറയുവാണ് ബിജുവിൻ്റെ അടുത്ത്, ബിജുവിൻ്റെ ഫോണിൽ നിന്നല്ല, ഞാൻ എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ലാപ്ടോപ്പ് വഴിയാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ബിജുവിൻ്റെ ഫോണിൽ നിന്ന് ബിജു അത് ഫുൾ ടൈം ഇരുന്ന് കണ്ടോ എന്ന് പറഞ്ഞാലും പണിയാണ്. കാരണം അതും ട്രാക്ക് ചെയ്യും. ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സിൽ നിന്ന് ഇത്രയും തവണ ഈ ഇതിലേക്ക് മാത്രം, ഈ ഒരു ചാനൽ മാത്രം കാണുക എന്ന് പറയുമ്പോഴും അത് അവരെനിക്ക് തോന്നുന്നു ഇൻവാലിഡ് ആക്ടിവിറ്റി എന്നോ അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞിട്ടാണ് അവർ നോക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കിട്ട് പണി കിട്ടും, നമ്മുടെ ചാനലിന് പ്രശ്നമാകും. അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തതാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ വാച്ച് ഓവർ എന്നൊക്കെ പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. അത് തനിയെ ഉണ്ടാവണം. അതിൻ്റെ നോർമൽ രീതിയിൽ തന്നെ നടന്നു പോകുന്നതാണ് അത് ഭംഗി. നമ്മുടെ ചാനലിനും നല്ലത്, റേറ്റിങ്ങിനും ഒക്കെ നല്ലത് അതാണ്. അല്ലാതെ ഇപ്പോൾ ഒത്തിരി പേരെന്താണ് സബ്സ്ക്രൈബ് ചെയ്യുമോ, എൻ്റെ കമൻറ്റിൻ്റെ താഴെ മിക്കവാറും ഒരു സെക്ഷൻ എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയും ഫുള്ള് കണ്ടോ. ഇല്ലെങ്കിൽ എന്താണ്, ഈയിടയ്ക്ക് വന്നൊരു കമൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ വീഡിയോ ഫുള്ള് കാണും, അപ്പോൾ നിങ്ങൾ എൻ്റെ 5 വീഡിയോസ് ഫുള്ള് കാണും, എന്നിട്ട് ഇങ്ങനെ തംസ് അപ്പ് ഇടുക. പിന്നെ നിങ്ങൾ 5 പേർക്ക് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചീറ്റിംഗ് പാടില്ല കേട്ടോ, ചീറ്റിംഗ് പാടില്ല എന്ന് പറഞ്ഞ ഒരു കമന്റ് വന്നായിരുന്നു. അത് കണ്ട് എനിക്ക് ചിരിച്ചിട്ട് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അതിപ്പോഴും ആ കമന്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം അതിന് ഞാൻ കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും മറുപടി കൊടുക്കത്തില്ല. സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് സ്പാമിലോട്ട് പോവാ ചെയ്യുന്നത്. അത് അവിടെ നിന്ന് അങ്ങ് പോവും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു ചാനലിൻ്റെ താഴെ പോയിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എൻ്റെ ചാനലോ എൻ്റെ വീഡിയോ ഒന്ന് കാണണേന്ന് പറഞ്ഞ് ഇതുവരെ പോയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ മാത്രമല്ല, ഒരുവിധം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബേഴ്സും ആ പരിപാടി ചെയ്തില്ല. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ല വീഡിയോസ്, നല്ല കണ്ടന്റ് ഇടാൻ നോക്കാം. നല്ല കണ്ടന്റ് ഇടുവാണെങ്കിൽ താനെ ആൾക്കാർ വന്നോളും. പിന്നെ ഒരു വീഡിയോ ഒന്നും ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും കാണണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. നിങ്ങളിത് കാണണമെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്തോരം യൂട്യൂബ് ചാനൽസ് ഉള്ളതാണ്. ആവശ്യക്കാർ
ആവശ്യം പോലെ പോയി കണ്ടോളും. അപ്പം ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞ് കടന്ന് നിർബന്ധിച്ച് ഓരോ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നിർബന്ധിച്ച് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാലും വെറുതെയാണ്. ഈ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വ്യൂസ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം എന്താണ് ഓഡിയൻസ് റിട്ടൻഷൻ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. എത്രത്തോളം ആൾക്കാർ ആ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ട് അത്രയും നേരം അവിടെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ചാനൽ ഗ്രോ ചെയ്ത് വരുന്നതും അതിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും ഒക്കെ. അതിങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവരെയും കൂടെ പിടിച്ചു കെട്ടി ഒരു 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 5,000 പോലും ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ ഗുണം? അപ്പം നിങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങളുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നല്ലേ അർത്ഥം. അതപ്പം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ. അപ്പം ആലോചിക്കുക, നല്ല കണ്ടന്റ് ചെയ്യുക, വരുന്നവർ വരട്ടെ, വന്ന് കണ്ടിട്ട് പോട്ടെ, കുഴപ്പമില്ല എന്നൊരു മെൻറ്റാലിറ്റി വയ്ക്കുക. നമ്മൾ ഇതേന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഇപ്പോൾ എനിക്കൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ കാണരുത്. അതുപോലെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞ് ഓരോരുത്തർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കടന്ന് പറയാതിരിക്കുക. പിന്നെ യൂട്യൂബ് റിലേറ്റഡ് ഒത്തിരി നല്ല കണ്ടന്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, ഷിജോ പി എബ്രഹാം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പുള്ളിനെയാണ് ഫോളോ ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ ചാനലിലുണ്ട്. ഷിജോ പി എബ്രഹാം എന്ന് തന്നെയാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം അത്യാവശ്യം യൂട്യൂബറാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ചാനൽ കാണുക. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും പുള്ളിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോളിസീസ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിള്ളേരെ കാണിക്കുന്ന വീഡിയോസ് അത് നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് ആക്കണോ വേണ്ടയോ എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോഴും ഇതൊന്നും അറിയാതെ പിള്ളേരുടെ വീഡിയോസ് ഇട്ടിട്ട് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് എവിടാണ് അടി കിട്ടുന്നതെന്ന് അറിയത്തില്ല. യൂട്യൂബിൻ്റെ കാര്യമാണ്. നിപ്പി 7 അല്ല 8 അല്ല എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ വരെ പൂട്ടിപ്പോയിട്ടുണ്ട്, ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ചാനൽ പറ്റുമെങ്കിൽ കാണുക. ആ ചാനൽ തന്നെയല്ല, ഒത്തിരി ചാനൽസ് ഉണ്ട്. മലയാളത്തിലൊരു നല്ല ചാനലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യൂട്യൂബിനെ ബേസ് ചെയ്ത് മാത്രം കണ്ടന്റ് ഇടുന്ന, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കണ്ടന്റ് ഇടുന്ന ഒരു ചാനലാണ്. അപ്പം പറ്റുമെങ്കിൽ വാച്ച് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് അവെയർ ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പോളിസി അറിയത്തില്ല എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ പഠിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പം നമ്മുടെ നാട്ടിൽ കൊല ചെയ്തു കഴിഞ്ഞാൽ കുറ്റമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് അറിയത്തില്ല, ഇങ്ങനെ ഞാൻ ആരെങ്കിലും കുത്തി കൊന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിലിടുമെന്നൊന്നും കൊച്ചിനറിയത്തില്ല. അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു കാര്യമല്ല. നമ്മളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അല്ലേ. വലുതായി വരും തോറും ആ കൊച്ചു മനസ്സിലാക്കും, ഓക്കെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പഠിച്ചേക്കുക. ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിച്ചേക്കരുത്. 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വാച്ച് അവർ കൂട്ടാൻ ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളുള്ള എഫേർട്ട് അങ്ങ് വേസ്റ്റ് ആയി പോകും. ചിലപ്പോൾ ചാനൽ പൂട്ടി പോകും. പിന്നെ എന്നാ ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ബോറടിപ്പിച്ചില്ല എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണാം. ബൈ.